കഴിഞ്ഞ വിഷുദിനത്തിൽ നാട്ടിലെങ്ങും വലിയ ആഘോഷം നടക്കുന്ന സമയം. അയൽവാസികളെല്ലാം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ വയനാട് കേണിച്ചിറയിലെ ജിൽസന്റെ വീട്ടിൽ നിന്നുള്ള നിലവിളിയും ശബ്ദവും പുറത്ത് ആരും അറിഞ്ഞില്ല. മുറിക്കുള്ളിൽ പൂട്ടിയിട്ട മക്കളുടെ വാവിട്ടുള്ള കരച്ചിൽ, പുറത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന കുട്ടികളുടെ അമ്മ, കൊലക്കത്തിയുമായി അച്ഛൻ. കേണിച്ചിറയിലെ നാട്ടുകാർക്ക് ഇപ്പോഴും അതൊരു ദുസ്വപ്നം പോലെയാണ്. അതിലും സങ്കടകരം അനാഥരായ രണ്ട് കുരുന്നുകളാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ജിൽസണും ഒടുവിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മൂർച്ചയുള്ള ചെറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തറത്ത് സ്വയം ജീവനൊടുക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കുറ്റബോധം കാരണം ജയിലിൽ വെച്ച് പലതവണ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഭാര്യയെ കൊന്ന കേസിലെ പ്രതി ജിൽസണെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പുലർച്ചെയാണ് കഴുത്തർത്ത് ആത്മഹത്യ ചെയ്യുന്ന നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്ന പ്രതി ശരീരം മുഴുവൻ പുതപ്പുകൊണ്ട് മൂടിയ ശേഷം മൂർച്ചയേറിയ ആയുധം കൊണ്ട് സ്വയം കഴുത്ത് മുറിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. രാവിലെ 5:45 സംഭവം ജയിൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വയനാട് കേണിച്ചിറ കേളമംഗല സ്വദേശി ജിൽസൺ കഴിഞ്ഞ വിഷുദിനത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. കൊലപാതക കേസിൽ പ്രതി ചേർത്ത ഇയാളെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മാനന്തവാടി സബ് ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. പ്രതി ഇതിനു മുൻപും 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായാണ് വിവരം. ഭാര്യയെ കൊലപ്പെടുത്തിയതിലുള്ള കുറ്റബോധമാണ് ഇയാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്. സംഭവശേഷം മാനസിക പ്രയാസം നേരിട്ട പ്രതിയെ ജയിൽ ജീവനക്കാരുടെ സഹായത്തോടെ നിരവധി തവണ കൗൺസിലിംഗിന് വിധേയനാക്കിയിരുന്നു. നല്ലൊരു ചിത്രകാരൻ കൂടിയായിട്ടുള്ള ജിൽസന്റെ ചിത്ര പ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു ജയിൽ അധികൃതർ. കഴിഞ്ഞ വിഷുവിനാണ് ജിൽസൺ ഭാര്യയെ കൊലപ്പെടുത്തിയത്. മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു കൊലപാതകം. പിന്നീട് ഇയാൾ വിഷം കഴിക്കുകയും വീടിന് പിന്നിലെ മരത്തിൽ കയറി കഴുത്തിൽ കുരുക്കിടുകയും കയർ പൊട്ടി താഴെ വീണ് നട്ടലിനും വാരിയലിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൃത്യത്തിന് മുൻപ് അർദ്ധരാത്രി ഇയാൾ സുഹൃത്തിനയച്ച സന്ദേശത്തിൽ നിന്നാണ് ഭാര്യ ലിഷയുടേത് കൊലപാതകമാണെന്ന സൂചന ബന്ധുക്കൾക്കും സമീപവാസികൾക്കും ലഭിച്ചത്. സുഹൃത്തിനയച്ച സന്ദേശങ്ങളിലും ആത്മഹത്യാക്കുറിപ്പിലുമുള്ളത് കടബാധ്യത മൂലം ഭാര്യയെ കൊന്ന് ജീവനെടുക്കുന്നുവെന്നാണ്. മക്കളുടെ കാര്യം നോക്കണമെന്നും പറഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത വന്നതോടെ ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പ്. ന്യൂസ് 18 കണ്ണൂർ.